നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ ഉത്രട്ടാതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്നറിയാം. സമ്പൂർണാംഗ സുഭഗോ വശഗഹ സ്ത്രീണാം ജനപ്രിയോ ധനവാൻ ശൂരഃ പ്രതാപ ബഹുലോ മാത്സര്യയുതശ്ച ഭവതി രേവത്യ. അതായത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമ്പൂർണ്ണ അവയവങ്ങൾക്കും പുഷ്ടിയും സുഭഗതയും ഉള്ളവരായിട്ടും എതിർലിംഗക്കാർക്ക് അധീനരായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരായും ധനവും ശൗര്യവും പ്രതാപവും മത്സര ബുദ്ധിയും ഉള്ളവരായി ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തിലേക്ക് കടക്കാം. രേവതി നക്ഷത്രം മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും ഏഴശനി തുടരുകയാണ്. എല്ലാ മേഖലകളിലും ശക്തിക്ഷയമോ പരാജയമോ ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കരുതലെടുക്കേണ്ടതാണ്, കഠിന പരിശ്രമം ചെയ്യേണ്ടതാണ്. സാഹസ കൃത്യങ്ങൾക്ക് ഒരു കാരണവശാലും മുതിരാൻ പാടില്ല. സാമ്പത്തിക അച്ചടക്കം വളരെ കർശനമായി പാലിക്കേണ്ടതായിട്ടുണ്ട്. കൂട്ടുകെട്ടുകളിലൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുമാണ്. പുതിയ ജോലിക്ക് വേണ്ടി നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചൊക്കെ സ്വീകരിക്കുന്നതൊക്കെ വളരെ ആലോചിച്ചു വേണം ചെയ്യാനായിട്ട്. നിലവിലെ ബിസിനസ് അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഒഴിവാക്കി റിസ്ക് എടുത്തുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. അതായത് ബിസിനസ് വിപുലീകരണത്തിന് വലിയ തോതിൽ പണം മുടക്കാതിരിക്കുക എന്നർത്ഥം. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള വർഷമാണ്. വീട് നിർമ്മാണമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മക്കളുടെയൊക്കെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി വാഹനങ്ങളൊക്കെ വാങ്ങി നൽകേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പ്രേമകാര്യങ്ങളിലുള്ള രേവതി നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുടെ എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ബന്ധങ്ങളുടെ ശൈഥില്യമൊക്കെ മനസ്സിനെ ബാധിക്കുന്ന അവസ്ഥയും വന്നേക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ആത്മീയമായിട്ടുള്ള സാധനങ്ങൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ അപരിചിതരുമായിട്ടുള്ള ദീർഘയാത്രകളും ബന്ധങ്ങളും ഒക്കെ ഒഴിവാക്കുക. ഏഴശനി കാലമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഠിന പരിശ്രമം ചെയ്ത് മുന്നോട്ട് പോകുക. സത്യസന്ധമായി ജീവിതം മുന്നോട്ട് നയിക്കുക. വിജയം നേടാൻ സാധിക്കും. രേവതി നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള 2 ഭാഗങ്ങളിലായി നൽകിയിട്ടുള്ള എന്റെ വീഡിയോ കാണുക. അത് നിങ്ങൾക്ക് നക്ഷത്രത്തെ കുറിച്ച് വളരെ നല്ല അറിവ് പകരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു നല്ല വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.